ദീപക് ധർമ്മടം 1 മണിക്കൂറോളം VC രജിസ്ട്രാറുമായി ചാൻസലർ സംസാരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലായിരിക്കണം അദ്ദേഹം ഈ സർവകലാശാലയിലെ ഭരണം ഒരു തികഞ്ഞ പരാജയമാണെന്ന തന്റെ വിമർശനം വൈസ് ചാൻസലർ അറിയിച്ചിട്ടുണ്ടാവുക. VCയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഗോപീഷൻ, ഏറ്റവും പുതിയ വിവരം വൈസ് ചാൻസലർക്കെതിരെ, കോഴിക്കോട് സർവകലാശാലയുടെ ഭരണാധിപന്മാർക്കെതിരെ ചാൻസലർ നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അതായത് തനിക്കെതിരായ ഫ്ലക്സ് ബോർഡുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. അത് നീക്കം ചെയ്യാൻ തയ്യാറായില്ല എന്ന കുറ്റം ചുമത്തി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് പാലിക്കപ്പെട്ടില്ല എന്ന കുറ്റം ചുമത്തി ഒരു നടപടിക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനു വേണ്ടിയുള്ള പ്രാഥമികമായ നടപടിക്രമങ്ങളിലേക്ക്, അതായത് പ്രാഥമികമായി ഏറ്റവും അക്യൂസ്ഡ് ചെയ്യുന്ന ആളുടെ വിശദീകരണം വാങ്ങിക്കുക എന്ന നടപടിയാണ്. അതിനുള്ള നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം ആരാഞ്ഞു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. മാത്രവുമല്ല, അതിൽ തൻ്റെ അതൃപ്തി കൃത്യമായി ഗവർണർ, ചാൻസലർ VCയെ അറിയിച്ചു. VCയും രജിസ്ട്രാറും ഒരുമിച്ച് കണ്ടു. അല്ലാതെ VCയോട് മാത്രമായി ചാൻസലർ വളരെ കൃത്യമായി തൻ്റെ നിർദ്ദേശങ്ങൾ, ചാൻസലർ എന്ന നിലയിൽ താൻ നൽകിയ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നറിയിച്ചു. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് രാജ്ഭവൻ തന്നെ ഇതിൻ്റെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കാൻ പോകുന്നു. ഒരുപക്ഷെ സർക്കാരിനെ പ്രകോപിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി സമരം നടത്തുമ്പോൾ സമരക്കാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കാൻ പോകുന്നു. മിക്കവാറും നാളെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങും എന്നുള്ള സൂചനകളാണ് നമുക്ക് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. ഗോപികൃഷ്ണൻ, ദീപക് ധർമ്മടമാണ് ഏറ്റവും പുതിയ വിവരം നമ്മളുമായി പങ്കുവച്ചത്. അതിൽ VCക്കെതിരായിട്ടുള്ള നടപടിയിലേക്ക് ഗവർണർ കടക്കാൻ പോകുന്നു. അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. താൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല, സർവകലാശാല ഭരണത്തിൽ തികഞ്ഞ അലംഭാവവും പരാജയവും ഉണ്ടായിരിക്കുന്നു എന്ന വിലയിരുത്തൽ ഗവർണർക്കുണ്ട്. അതിന്റെ തുടർച്ചയായി VCക്കെതിരെ നടപടി വരുന്നു എന്ന സൂചനയാണ് ദീപക് ധർമ്മടത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. VCയോട് വിശദമായ റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെടുകയും ചാൻസലർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം ഇപ്പോൾ പങ്കുവച്ചത്.